ആശമാരുടെ നിരാശ മൂലമുള്ള സമരത്തിന് ഇന്ന് 20-ാം നാൾ. ന്യായങ്ങൾ മുഴുവനും ആശമാർക്ക് അനുകൂലമാണ്. ഈ സാഹചര്യത്തിൽ ഇത്രയുമധികം ഒരു ജനതയ്ക്ക് വേണ്ടി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി അടിമകളെ പോലെ പണിയെടുത്ത ഇവരെ ഉടമകളാക്കണ്ട, പക്ഷേ അവരെ അംഗീകരിച്ചുകൂടെ? നിങ്ങൾക്കറിയാം ഞങ്ങളിലൂടെ. ഏതൊരു ജോലിക്കും സമയപരിധിയുണ്ട്. ആ ജോലിക്ക് നിബന്ധനകളുണ്ട്. ആ ജോലിക്ക് ശമ്പളമുണ്ട്. ഞങ്ങളുടെ ജോലികൾക്കൊക്കെ നിബന്ധനകൾ മാത്രമേ ഉള്ളൂ, സമയമില്ല. ഞങ്ങൾക്ക് ഓണമില്ല, വിഷു ഇല്ല, ക്രിസ്മസ് ഇല്ല, ഈസ്റ്റർ ഇല്ല, ശനിയില്ല, സെക്കൻഡ് സാറ്റർഡേ ഇല്ല, ഞായറാഴ്ച ഇല്ല. ഞങ്ങൾ ഈ രീതിയിലാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് സർക്കാർ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ടോക്കൺ സംവിധാനത്തിന്റെ കാശ് പോലും കൊടുത്താണ് ആശമാര് സ്വന്തം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലില് ഉള്ളത്. അപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ സർക്കാർ ഞങ്ങൾക്ക് എന്താ കൂടുതൽ തരുന്നുണ്ട്. ജോലി ഇഷ്ടം പോലെ തരുന്നുണ്ട്. നമ്മുടെ ഇത്രയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഏത് വീട്ടിന്റെ അകത്തളത്തിൽ കയറി പോകാനുള്ള ഒരു ആത്മധൈര്യമുണ്ട്. നമ്മുടെ ആരും പടിക്ക് പുറത്ത് നിൽക്കാൻ പറയാറില്ല. ഞങ്ങൾ ഇന്ന് ഏത് വീടിന്റെയും ആ ചേച്ചി എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് സ്വീകരിക്കുന്നതാണ്. കാരണം അവർ ഞങ്ങൾ ഇത്രയും വർഷം അവർക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങളാണ്. ഇന്ന് പല നിയമസഭാ മാർച്ച് സമ്മേളനം തുടങ്ങുന്ന ദിവസം 3-ാം തീയതി നമ്മുടെ നിയമസഭാ മാർച്ച് നടത്തുന്നത്. അവിടെ ഇതിലധികം ആശമാർ ഇവിടെ സംഘടിപ്പിക്കും എന്ന് പറഞ്ഞാൽ, അപ്പൊ എന്ന് പറഞ്ഞാല് പരമാവധി ആശമാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ മാർച്ച് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ ഇന്നിവിടെ എത്തിച്ചേർന്നത് 26,000+ എന്ന് പറയുന്ന ഒരു സംഖ്യ. അവരിവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ വരാത്ത ആളുകൾ അവിടെ നിന്ന് പല ഫുഡ് ഞങ്ങൾക്ക് ഇവിടെ കൊടുത്തു വിടുന്നു. വരാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും സമരത്തിലുണ്ട്. മനസ്സിലായോ? ഞാൻ അത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നേരെ എത്തി അവർക്ക് ഫിസിക്കലി ഇവിടെ പ്രസന്റ് ആകാൻ പറ്റുന്നില്ല എങ്കിലും എല്ലാവരുടെയും ഒരു ഒത്താശയോടുകൂടിയാണ്, നല്ലൊരു ശതമാനം ആളുകളുടെ ഒത്താശയോടുകൂടിയാണ് ഈ സമരം നടക്കുന്നത്. ഈ വേതനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഈ തരുന്ന 7,000 രൂപ തന്നെ 3-4 മാസം ആയിട്ട് ഒരു മാസത്തെ ഇൻസെന്റീവോ അല്ലെങ്കിൽ ഒരു മാസത്തെ ഓണററി തന്നിട്ട് വീണ്ടും ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് അടുത്തുള്ള മാസങ്ങളിൽ കിട്ടുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ രക്ഷിതാക്കളെ ഞങ്ങൾക്ക് നോക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണം, ഞങ്ങളുടെ വീട്ടുകാരെയും നോക്കണം. ഈ ഒരു ദിവസം നമ്മുടെ വേതനം എന്ന് പറഞ്ഞാൽ 232 രൂപ. ഈ 232 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് കഴിഞ്ഞു കൂടാൻ പറ്റൂല. ഞങ്ങളുടെ ആ അവസ്ഥയിലേക്ക് വന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഈ സമരവുമായിട്ട് ഇങ്ങോട്ട് വന്നത്. അത് മാത്രമല്ല, ഈ ബഡ്ജറ്റ് അവതരണത്തിൽ നമ്മുടെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. അപ്പൊ ആശമാര് ഈ രാവും പകലും ജോലി ചെയ്തിട്ട് പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒത്തിരി കിരീടങ്ങൾ കിട്ടിയത് കേരളം എല്ലാത്തിനും നമ്പർ 1, ആരോഗ്യകാര്യത്തിലും നമ്പർ 1. അങ്ങനെയാണെങ്കിൽ ഇത് താഴേക്കിടയിൽ പ്രവർത്തിച്ചത് ഞങ്ങളെപ്പോലുള്ള ആശാവർക്കർമാർ. ഇവര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ 7,000 രൂപ തരുന്നില്ലേ എന്നൊക്കെ ചില ചോദ്യങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന് വേണ്ടി നാഷണലൈസ്ഡ് ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് വെറും 4 ജോലിയുള്ളൂ. ബാക്കി സർവ്വ ജോലികളും ഞങ്ങൾ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നേരെ മേലുദ്യോഗസ്ഥയായ JPHN ചെയ്യുന്ന ജോലി ഞങ്ങൾ ആശമാര് അതിനേക്കാൾ ഇരട്ടി ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവർക്ക് 6 ശമ്പളം 5 ശമ്പളം ഉണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് ഈ സമരമായിട്ട് മുന്നോട്ട് വന്നത്, ഞങ്ങൾക്ക് ബഡ്ജറ്റിൽ പോലും ഞങ്ങളെ കരുതാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് വന്നത്. ഞങ്ങൾ വന്ന് ഇവിടെ 9-ാം ദിവസം ആയപ്പോ PSC മെമ്പർമാർക്ക് ഇത്രയും വാരിക്കോരി കൊടുത്തു. ഞങ്ങൾ സാധാരണക്കാരെ, ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ടാണോ ഞങ്ങൾ മാനിക്കാത്തത്? 1-2 പൈസയല്ല അവർ ജോലി ചെയ്യുന്ന, അവർ വാങ്ങുന്ന ശമ്പളത്തിന്റെ 2 ഇരട്ടിയാണ് അവർക്ക് കൂട്ടിയിരിക്കുന്നത്. ഞങ്ങൾ വന്ന് 9 ദിവസം ഈ രാവും പകലും മൊത്തം ഇവിടെ ഈ പൊരുവേരത്ത് ഇവിടെ കിടന്ന് നടുകൊണ്ട് കിടക്കുന്ന സ്ത്രീകളുടെ നെഞ്ചത്ത് ചവിട്ടും പോലെ നിന്നാണ് അവർ ആ ശമ്പള വർധന ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് ആശമാരെ പരിഗണിക്കുന്നില്ല? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സർക്കാരിന്റെ പ്രതികളായിരുന്നാലും മറ്റേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആൾക്കാരും വോട്ട് ചോദിക്കുക എന്നുള്ള ഒരു സ്ഥാനത്തിന് മാത്രമേ അവരുടെയൊക്കെ വീട് നടത്തുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് മാത്രമല്ല അവരുടെ വീടുകളിൽ പോകുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഫീൽഡിൽ പോകുന്നത്. അവരുടെ സംസ്ഥാനങ്ങളിൽ ഇപ്പം നമ്മൾ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ അവരുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടെന്ന ഉത്തരവാദിത്വം അവർക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർക്ക് വേണമെങ്കിൽ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞു നിൽക്കാം. പക്ഷെ അവരതന്നെ ചെയ്ത് അവരുടെ സംസ്ഥാനത്ത് പണിയെടുക്കുന്നവർക്ക് അവരെ സംരക്ഷിക്കേണ്ടുന്ന, അവരെ കരുതേണ്ടുന്ന ചുമതല
അവർ കാണാൻ ആ ഭരണകൂടത്തിനാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവിടുത്തെ സംസ്ഥാനം ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം അവരെ ഭീഷണിപ്പെടുത്താനും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിൽ പോകും, നിങ്ങളെ പിരിച്ചുവിടും, ഡ്യൂട്ടിക്ക് കയറിയേ മതിയാവൂ എന്ന് ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, കാരണം ഗവൺമെന്റ് അവരുടേതാണ് എന്നുള്ളത് കൊണ്ട് മെമ്പർമാരെയും JPHമാരെയും ഒക്കെ കൊണ്ട് അവരെ എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ പാവപ്പെട്ട തൊഴിലാളികളെ പേടിപ്പിക്കാൻ പറ്റും. ചില ആളുകൾ ആ പേടിപ്പിക്കലിൽ വീണും പോകും. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നവരാരും അങ്ങനെ പേടിക്കുന്നവരല്ല. നമ്മുടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആശമാർ അങ്ങനെ പേടിക്കുന്നവരല്ല. കാരണം അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. തീർപ്പ് പാർട്ടിയെന്ന് നമ്മളെ ആക്ഷേപിച്ചു. ഞങ്ങൾ ഉൾപ്പെടുന്ന സർക്കാർ ഇത് ചെയ്തില്ല, അതുകൊണ്ട് മറ്റൊരാൾക്ക് കൊണ്ടുവരും അത് കൊടുത്താൽ ഞങ്ങളുടെ ആ ഒരു പ്രശസ്തി നഷ്ടപ്പെടും. പക്ഷെ അത് നേരെ മറിച്ച് എന്റെ സംസ്ഥാനത്തിൽ ഞാൻ ഭരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി എന്ന നിലയിൽ അപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസ്ഥാനത്ത് കഷ്ടപ്പെടുന്നവരെ, പ്രത്യേകിച്ച് തൊഴിലാളികളെ, സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്ന് ബോധമുള്ള ഒരു സർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചേർത്ത് നിർത്തിയത്. അങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ഈ പൊതുജനം അവരോടൊപ്പം നിൽക്കുകയും ചെയ്യണം. അതറിയാത്ത മട്ടന്മാരാണ്. നമ്മൾ ഈ കോവിഡ് സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ രാത്രി വന്ന് കിടന്നുറങ്ങുമ്പോൾ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഉണരാൻ പറ്റുമോ എന്ന ഒരു പേടിയോടുകൂടി സത്യത്തിൽ ഞാൻ അങ്ങനെ കിടക്കുന്നു. നീർക്കോലി എന്ന് പറഞ്ഞ ആൾക്കാരും കുറ്റിച്ചൂലെന്ന് പറയും. കുറ്റിച്ചൂലിന് തന്നെ അതിന്റെ ഒരു ചെറിയ ഈർക്കിലിന്റെ ഒരു അംശം കൊണ്ടാലും മതി നമ്മുടെ ജീവിതം അവസാനിക്കാൻ. അതും ഇന്ന് സർക്കാർ മനസ്സിലാക്കണം. അതുപോലെ നീർക്കോലി എന്ന് പറയുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞാലും നീർക്കോലി കടിച്ചാലും ഒരു ദിവസം നമ്മൾ ആ സ്ഥലം പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഈ സംഘടനയെ കുറ്റം പറയാൻ പാടില്ല. കേരളത്തിൽ എല്ലാവർക്കും സമരം ചെയ്യാനുള്ളതാണ്. ഞങ്ങൾ അത്രത്തോളം ആ ഫീൽഡിൽ പോയി ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. ഞങ്ങളുടെ ജീവൻ പോലും പണയത്തിൽ വെച്ച് നമ്മുടെ ജീവനെ, നമ്മുടെ കുഞ്ഞുങ്ങളെയോ ഭർത്താവിനെ, മറ്റുള്ളവരെ ഒന്നും നോക്കാതെ മറ്റുള്ള നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ആത്മാർത്ഥമായി നമ്മൾ സർവേശ്വരനെ മാത്രം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചവരാണ്. അപ്പൊ ഇതെല്ലാം ആശമാർ മനസ്സിലാക്കും. ഉത്സവവും മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോഴേ എത്രയോ ആളുകൾ നാഷണൽ ലെവലിൽ വരെ മാർക്കണ്ഡേയ കഞ്ജു അടക്കമുള്ള ഈഷ്ടാശതൽവാദ് അടക്കമുള്ള ആളുകൾ നമുക്ക് വേണ്ടി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ദേശീയ തലത്തിൽ നമ്മുടെ സമരം ശ്രദ്ധാ കേന്ദ്രമാവുകയാണ്. ഈ സർക്കാരിന് ഇത് അവഗണിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഇവിടെ എണീറ്റ് പോകാൻ പറ്റില്ല. നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ യാഥാർത്ഥ്യം എന്തെന്ന്? ഇവരോട് വിവേചനം കാണിക്കുന്ന ഭരണകേന്ദ്രങ്ങൾ, അത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഒരേ മനസ്സോടെ ആ വിവേചനം അവസാനിപ്പിക്കാൻ തയ്യാറാകണം. നല്ലൊരു നാളേക്കായി.